double integrals കേസിലും അതേപോലെ സിംഗിൾ ഇന്റഗ്രൽസിന്റെ കേസിലും സബ്സ്റ്റിറ്റ്യൂഷൻസ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ട്രിപ്പിൾ ഇന്റഗ്രൽസിന്റെ കേസിലും വേരിയബിൾസിനെ ആസ് എ ഫംഗ്ഷൻ ഓഫ് സം അതർ വേരിയബിൾസ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റിയിട്ട് ട്രിപ്പിൾ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാം ഫ്രം വൺ റീജിയൺ ഓഫ് എക്സ് വൈ സെഡ് ടു അനദർ റീജിയൺ ഓഫ് യു വി ഡബ്ല്യു. ആ കേസിൽ എന്താണ് ചേഞ്ച് വരുന്നത്, അതേപോലെ ഒന്ന് രണ്ട് സ്റ്റാൻഡേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, അതാണ് ഈ വീഡിയോയിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സപ്പോസ് ഇഫ് f of x y z is a function over d, and if x is equal to g of u v w, അതായത് x നെ നമ്മൾ replace ചെയ്യുന്നു as a function of three new variables u v and w, y is equal to some h of u v w, and z is equal to some k of u v w. അപ്പോൾ എക്സിനെയും വൈനെയും സെഡിനെയും പുതിയ വേരിയബിൾസിന്റെ ടേംസിലോട്ട് എക്സ്പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ വേരിയബിൾസിലോട്ട് മാറ്റുന്നു. Then triple integral over region D f of x y z dv. അപ്പോൾ ട്രിപ്പിൾ ഇന്റഗ്രൽ ഇങ്ങനെ മാറും. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ d x y z ന്റെ റീജിയൻ ആണ്. അപ്പോൾ ഇവിടെ വരേണ്ടത് ഞാൻ തൽക്കാലം g എന്ന് വിളിക്കുന്നു. വാട്ട് ഈസ് g? റീജിയൻ ഓഫ് u v w. ഇനി എക്സിനെ മാറ്റി യു വി ഡബ്ല്യൂന്റെ ടേംസ് പോകും, വൈയും മാറും സെഡും മാറും. അങ്ങനെ വരുമ്പോൾ ഈ ഫംഗ്ഷൻ എഫ് ആയിരിക്കില്ല. ഞാൻ ആ ഫംഗ്ഷനെ എഫ് ഓഫ് യു വി ഡബ്ല്യു എന്ന് വിളിക്കുന്നു. ഇൻഡു ഡി വി ഇങ്ങനെ മാറും, ജാക്കോബിയൻ ഓഫ് യു വി ഡബ്ല്യു ഇൻഡു ഡി യു ഡി വി ഡി ഡബ്ല്യു. അപ്പൊ ഇവിടെ ചേഞ്ച് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഇവിടുത്തെ ലിമിറ്റ് എക്സ് വൈ സെഡിന്റെ പുതിയ ഇന്റഗ്രലിലെ ലിമിറ്റുകൾ യുവിന്റെ വിന്റെ ഡബ്ല്യുവിന്റെ ആയിരിക്കും. ഫംഗ്ഷനിൽ എക്സ് വൈ സെഡുകൾ മാറിയിട്ട് യു വി ഡബ്ല്യുലോട്ട് പോകും. ഡി വി പോയിട്ട് ജാക്കോബിയൻ ഓഫ് യു വി ഡബ്ല്യു ഇൻടു ഡി യു ഡി വി ഡി ഡബ്ല്യു എന്ന് വരും. വാട്ട് ഈസ് ജാക്കോബിയൻ ഓഫ് യു വി ഡബ്ല്യു? ദാറ്റ് ഈസ് ദ ഡിറ്റർമിനന്റ് dou x by dou u, dou x by dou v, dou x by dou w, അതേപോലെ dou y by dou u, dou y by dou v, dou y by dou w, dou z by dou u, dou z by dou v, and dou z by dou w. Of course, G is a region of u v w corresponding to the region D. And f of u v w is a function obtained by substituting x in terms of u v w, y in terms of u v w, and z in terms of u v w in the function small f. ശരി, അപ്പൊ ആകെ ഇവിടെയുള്ള ചേഞ്ച് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. നമ്മൾ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ശരിക്കും ഇതിന് മുന്നേ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. ഒന്ന് x is equal to r cos theta, y equal to r sin theta, z equal to z, അതായത് സിലിണ്ടറിക്കൽ ഫോമിലോട്ടുള്ള കൺവേർഷൻ. രണ്ട്, സ്ഫെറിക്കൽ ഫോമിലോട്ടുള്ള കൺവേർഷൻ. x is equal to rho sin phi cos theta, y is equal to rho sin phi sin theta, and z is equal to rho cos phi. അപ്പൊ ആ സബ്സ്റ്റിറ്റ്യൂഷൻസിന് എന്തായിരിക്കും ജാക്കോബിയൻ, എന്തായിരുന്നു ശരിക്കും നമ്മളോട് ചെയ്തത് ഒന്നും കൂടി ഒന്ന് നോക്കുകയാണ്. സ്റ്റാൻഡേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് എടുക്കുന്നു. ഫസ്റ്റ് വൺ, x is equal to r cos theta, y is equal to r sin theta, and z is equal to z. So what is Jacobian of, ഇവിടെ variables r, theta, z ആണ്. So that is the determinant. എന്താ determinant വരിക? dou x by dou r, that is cos theta. dou x by dou theta, that is r minus r sin theta. dou x by dou z, that is 0. ഇതേപോലെ dou y by dou r sin theta, dou y by dou theta, that is r cos theta, dou y by dou z 0. Then അടുത്ത dou z by dou r 0, dou z by dou theta 0, dou z by dou z 1. ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് r എന്ന് കിട്ടും. എക്സ്പാൻഡ് ചെയ്ത് നോക്കുക.
So that means triple integral over the region D f of x, y, z dv എന്നുള്ളത് മാറിയിട്ട് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ G പുതിയ റീജിയൻ f of r theta z എന്താ ചേഞ്ച് വരുന്നത് r Jacobian become r dz dr dθ. ഇത് തന്നെയാണ് നമ്മൾ സിലിണ്ടറിക്കൽ ഫോമിൽ ചെയ്തിരുന്ന കാര്യം. രണ്ടാമത് x is equal to rho sin phi cos theta, y is equal to rho sin phi sin theta, and z is equal to rho cos phi. അപ്പോൾ എന്താ ജാക്കോബിയൻ വരിക? ജാക്കോബിയൻ ഓഫ് rho phi theta is equal to the determinant dou x by dou rho, that is sin phi cos theta. Dou x by dou phi, that is rho cos phi cos theta. Dou x by dou theta, that is rho sin phi sin theta ഒരു നെഗറ്റീവ് ഉണ്ട്. ഇതേപോലെ dou y by dou rho, that is sin phi sin theta. Dou y by dou phi, that is rho cos phi sin theta. Dou y by dou theta, rho sin phi cos theta. Then dou z by dou rho, that is cos phi minus rho sin phi. ഇത് എക്സ്പാൻഡ് ചെയ്യാം. ഞാൻ ലാസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നത്. സോ കോസ് ഫൈ ഇൻറ്റു ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു മൈനസ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വരും കോസ് ഫൈ ഇൻറ്റു ഇത്രയും ടേംസ് വരും. ഇതേപോലെ മൈനസ് റോ സൈൻ ഫൈ ഉണ്ട്. അപ്പൊ മൈനസ് മൈനസ് പ്ലസ് ആയി. അത് രണ്ടും പോയി. ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത് എന്നിങ്ങനെ. ഇനി അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം നമ്മൾ നോക്കിയാൽ റോ സ്ക്വയർ സൈൻ ഫൈ കോമൺ ആണ്. അപ്പൊ അത് പുറത്തോട്ടുണ്ട്. സോ റോ സ്ക്വയർ സൈൻ ഫൈ ഇൻറ്റു റോ സ്ക്വയർ സൈൻ ഫൈ കോസ് ഫൈ കോമൺ ആണ് ഇത് രണ്ടിലും. റോ സ്ക്വയർ സൈൻ ഫൈ കോസ് ഫൈ. അപ്പൊ ബാക്കി വരാവുന്നത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, ദാറ്റ് ഈസ് 1. അപ്പൊ ഈ ഫസ്റ്റ് ടേമിൽ എന്തൊക്കെയാ വരിക? റോ സ്ക്വയർ സൈൻ ഫൈ കോസ് ഫൈ ഞാൻ പുറത്തെടുത്തത് ഇൻറ്റു ഇവിടെ ഒരു കോസ് ഫൈ. റോ സ്ക്വയർ സൈൻ ഫൈ കോസ് സ്ക്വയർ ഫൈ ഉണ്ട്. ഇനി ഇതില് ഇതേപോലെ തന്നെ റോ പുറത്തെടുക്കാം, സൈൻ സ്ക്വയർ ഫൈ പുറത്തെടുക്കാം. സോ ഇവിടെ ബാക്കി വരാവുന്നത് റോ സ്ക്വയർ സൈൻ ക്യൂബ് ഫൈ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, അതുകൊണ്ട് തന്നെയായി 1 ആയി. അതിനർത്ഥം ഈ രണ്ടാമത്തെ ടേമിൽ വരാവുന്നത് പ്ലസ് റോ സ്ക്വയർ സൈൻ ക്യൂബ് ഫൈ ആണ്. ഞാൻ അതിനെ സൈൻ ഫൈ ഇൻറ്റു സൈൻ സ്ക്വയർ ഫൈ എന്ന് എഴുതും. ഇതങ്ങനെ റോ സ്ക്വയർ സൈൻ ഫൈ കോമൺ ആയി. കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ എന്ന് വരും. അത് 1 ആയി. സോ ദിസ് ഈസ് equal to rho square sin phi. So ഇവിടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ജാക്കോബിയൻ കിട്ടി. സോ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ d f of x y z dv എന്നത് ഇങ്ങനെ മാറും. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ g f of rho phi theta Jacobian as rho square sin phi into d rho d phi d theta. ഇവിടെ ചേഞ്ച് dv മാറിയിട്ട് rho square sin phi into d rho d phi d theta എന്ന് വരും. മൂന്നാമത്തെ കേസ് x by a is equal to rho sin phi cos theta, y by b is equal to rho sin phi sin theta, and z by c is equal to rho cos phi. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജാക്കോബിയൻ ഇവാലുവേഷനിൽ അല്ലെങ്കിൽ ഇവിടുന്ന് x is equal to a ടൈംസ് വരും, y is equal to b ടൈംസ് ഇത് വരും.
z is equal to c times ഇത്. അപ്പൊ ഇവിടെ എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതെങ്കിൽ ജാക്കോബിയൻ കാൽക്കുലേഷനിൽ ഫസ്റ്റ് റോയില് a ഇൻറ്റു ഈ എഴുതിയിരിക്കുന്ന ഡിറ്റർമിനന്റ് ശരിക്കും ഏതിന്റെ തന്നെയാണ്? x is equal to rho sin phi cos theta, y is equal to rho sin phi sin theta. അതിന്റെ കറസ്പോണ്ടിങ് ജാക്കോബിയനാ. വരുമ്പോ a ഇവിടെ a വരും, ഇവിടെയും a വരും. സെക്കൻഡ് റോയിൽ കംപ്ലീറ്റ് b വരും, തേർഡ് റോയിൽ കംപ്ലീറ്റ് c വരും. ഫസ്റ്റ് റോയിൽ a പുറത്തെടുക്കാം, സെക്കൻഡ് റോയിൽ b പുറത്തെടുക്കാം, തേർഡ് റോയിൽ c പുറത്തെടുത്തു കഴിഞ്ഞാൽ abc ഇൻറ്റു റോ സ്ക്വയർ സൈൻ ഫൈ. ഇപ്പൊ ഞാൻ 3 കേസുകൾ പറഞ്ഞു. ഇതിൽ ഈ 3 സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സിലിണ്ടറിക്കൽ ഫോം അപ്ലൈ ചെയ്യുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇന്റഗ്രാൻഡ് അകത്ത് വരുന്ന കേസിലാണ് സാധാരണ. അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഫോമില് ആർ തീറ്റ സെഡിന്റെ ടേംസില് റീജിയൻ തരുന്ന കേസാണ്. രണ്ടാമത്തത് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലുള്ള കൺവേർഷൻ ആയിരുന്നു. അത് അപ്ലൈ ചെയ്യുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഉണ്ടാവുന്ന കേസാണ്. അല്ലെങ്കിൽ റീജിയൻ സ്ഫിയറിന്റെ ടേംസിൽ തരുന്ന കേസിലാണ്. മൂന്നാമത്തത് ഇത് അപ്ലൈ ചെയ്യുന്നത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നുള്ളത് ഇന്റഗ്രാൻഡിൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ റീജിയൻ തരുന്നത് എലിപ്സോയിഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോഴാണ്. കാരണം ആ കേസിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് എളുപ്പം കൊടുക്കാം, ലിമിറ്റുകൾ ചൂസ് ചെയ്യാനും എളുപ്പമായി. Evaluate the integral 0 to 3, 0 to 4, y by 2 to y by 2 plus 1, 2x minus y by 2 plus z by 3 dx dy dz by applying the transformation. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് വി ഹാവ് u is equal to 2x minus y divided by 2 and v is equal to y by 2, w is equal to z by 3. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ കേസിൽ ചെയ്ത അതേപോലെയൊക്കെ തന്നെ തിരിച്ച് എക്സിനെയും വൈനെയും സെഡിനെയും മറ്റ് വേരിയബിൾസിൻ്റെ ടേംസിലോട്ട് ആദ്യം മാറ്റാം. അപ്പോൾ ആദ്യത്തെ അതിന്ന് നമുക്ക് കിട്ടും 2x is equal to 2u plus y എന്ന് കിട്ടും. അല്ലെങ്കിൽ x is equal to u plus y by 2 എന്ന് വരും. that is x is equal to u plus v. and രണ്ടാമത്തേത് നമുക്ക് കിട്ടും y is equal to 2v. and മൂന്നാമത്തേത് കിട്ടും z is equal to 3w. അപ്പോൾ 3 ആൾക്കാരും മറ്റവരുടെ ടേംസിലേക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ജാക്കോബിയനാണ്. സോ ജാക്കോബിയൻ ഓഫ് u v w is equal to the determinant dou x by dou u, dou x by dou v, dou x by dou w, dou y by dou u, dou y by dou v, dou y by dou w, dou z by dou u, dou z by dou v, dou z by dou w. That equals determinant dou x by dou u എന്ന് പറയുന്നത് 1 ആയി. dou x by dou u is 1, dou x by dou v is 1, dou x by dou w is 0, dou y by dou u is 0, then 2 0 0 0 3 ഇങ്ങനെയാണ് വരുന്നത്. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 6 എന്നാണ്. സോ ജാക്കോബിയൻ കിട്ടുന്നത് 6 ആണ്. ഇനി നമുക്ക് വേണ്ടത് എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വേരിയേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് യു വി ഡബ്ല്യൂയിലുള്ള വേരിയേഷൻസാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഇസ് വേരിയിങ് ഫ്രം y by 2 to y by 2 plus 1. അപ്പോൾ എക്സ് ഈക്വൾ ടു y by 2 ഒരു പ്ലെയിനാണ്, എക്സ് ഈക്വൾ ടു y by 2 plus 1 വേറൊരു പ്ലെയിനാണ്. അതേപോലെ നെക്സ്റ്റ് y ഇസ് വേരിയിങ് ഫ്രം 0 to 4. ആ ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്നാണ് ഇതൊക്കെ പറയുന്നത്. സോ y ഈക്വൾ ടു 0 to y ഈക്വൾ ടു 4. എഗെയിൻ രണ്ട് പ്ലെയിൻസ് ആണ് 3 ഡയമെൻഷനിൽ. അതുപോലെ z ഇസ് വേരിയിങ് ഫ്രം z ഈക്വൾ ടു 0 to z ഇസ് ഈക്വൾ ടു 3. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഇതൊക്കെയാണ്. വി ഹാവ്
x is varying from x is equal to y by 2 to x is equal to y by 2 plus 1, and y is varying from y is equal to 0 to y is equal to 4, and z is varying from z is equal to 0 to z is equal to 3. ഇതാണ് നമ്മുടെ കയ്യിലുള്ള വേരിയേഷൻസ്. ഇതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ യു വി ഡബ്ല്യൂയിലോട്ട് പോകുന്നത്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ യു പ്ലസ് വി ആണ്. സോ യു പ്ലസ് വി ഇസ് ഈക്വൽ ടു വൈ ബൈ 2. ഇതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവിടെയുള്ള ഇക്വേഷൻസ് എഴുതാണ്. സോ യു പ്ലസ് വി ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് വൈ ബൈ 2, അതും നോക്കാം. ആ ഇക്വേഷൻസിൻ്റെ അകത്ത് y by 2 is v. So u plus v is equal to v. That implies u is equal to 0. ഇതാണ് ആദ്യത്തെ കേസ്. അതേപോലെ തന്നെ രണ്ടാമത്തെ നോക്കൂ, x is equal to y by 2 plus 1. So u plus v is equal to v plus 1 വരും. So that means u is equal to 1. അതിൻ്റെ അർത്ഥം നമുക്ക് യുവിൻ്റെ വേരിയേഷൻസ് കിട്ടി. u is varying from എവിടെ നിന്ന് എവിടേക്കാണ്? u is varying from 0 to 1. ഇതേപോലെ y equal to 0 to y is equal to 4 ആണ്. എന്താണ് y? Again y is equal to 2v ആണ്. So 2v is equal to 0. 2v is equal to 0 എന്ന് 2v is equal to 4 ലോട്ടാണ്. അതിൻ്റെ അർത്ഥം v is equal to 0 എന്ന് v is equal to 2ലേക്കാണ്. ഇതേപോലെ what is z? z is 3w. So 3w is equal to 0 എന്ന് 3w is equal to 3. wയുടെ വേരിയേഷൻ is from 0 to 1. അപ്പോൾ ഇനി നമ്മൾ ഇൻ്റഗ്രൽ നോക്കാം. ഇൻ്റഗ്രൽ 2x മൈനസ് y by 2 പ്ലസ് z by 3 dx dy dw എന്നുള്ളത് ഇങ്ങനെ മാറും. ട്രിപ്പിൾ ഇൻ്റഗ്രൽ 2x മൈനസ് y by 2നെ നമ്മൾ u എന്നെടുത്ത് z by 3നെ w എന്നും ഇൻറ്റു ജാക്കോബിയൻ ഓഫ് യു വി ഡബ്ല്യു ഇൻറ്റു പുതിയ വേരിയബിൾസ് ഡി യു ഡി വി ഡി ഡബ്ല്യു. ഇവിടെ ലിമിറ്റ്സ് കോൺസ്റ്റൻസ്, അപ്പോൾ ഏത് ഓർഡർ എടുത്താലും പ്രശ്നമില്ല. സോ ഡി യു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ യുവിൻ്റെ ലിമിറ്റ് വരണം 0 to 1. ദെൻ വിയുടേത് നോ ജാക്കോബിയൻ ഓഫ് 6. So 6 പുറത്തെഴുതി. ഇൻ്റർവൽ 0 to 1, ഇൻ്റർവൽ 0 to 2. u പ്ലസ് ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് യു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u സ്ക്വയർ ബൈ 2 പ്ലസ് ഡബ്ല്യു യു എന്ന് വരും. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 0 to 1 ഡി വി ഡി ഡബ്ല്യു. 0 to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 0ക്ക് കംപ്ലീറ്റ് 0 ആയി. സോ 6 ടൈംസ് 0 to 1, 0 to 2. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ അവിടെ ബാക്കി വരുള്ളൂ. സോ 1 by 2 പ്ലസ് ഡബ്ല്യു ഡി വി dw. That is 6 into integral 0 to 1. ഇനി അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വി ആണ്. അതിലെവിടെയും 1 by 2 പ്ലസ് ഡബ്ല്യുവിൽ വി ഇല്ല. സോ 1 by 2 പ്ലസ് ഡബ്ല്യു കോൺസ്റ്റൻറ്റ്. ഡി വിയുടേത് വി ആയി. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 0 to 2 ഡി ഡബ്ല്യു. സോ ദാറ്റ് ഈക്വൽസ് 6 into integral 0 to 1 1 by 2 plus w ഇൻറ്റു വിയുടേത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 എന്ന് കിട്ടും ഡി ഡബ്ല്യു. ദാറ്റ് ഈസ് 12 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 1 by 2 പ്ലസ് ഡബ്ല്യു ഡി ഡബ്ല്യു. ഇനി ഡബ്ല്യു വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഡബ്ല്യു വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് 12 ഇൻറ്റു 1 by 2 ഡബ്ല്യു പ്ലസ് ഡബ്ല്യു സ്ക്വയർ ബൈ 2. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 0 to 1. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ രണ്ടും 0 ആയിപ്പോയി. ഇൻറ്റു ബാക്കി വരാവുന്ന 1 by 2 പ്ലസ് 1 by 2, that is 1. So answer is 12. Now the question, find the volume of the ellipsoid. So ellipsoidum സ്ഫിയറും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. എ ഈക്വൾ ടു ബി ഈക്വൾ ടു സി ആകുമ്പോൾ അതൊരു സ്ഫിയറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ മൊത്തമായിട്ട് ഇത് സ്ഫിയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുകയാണ്. എക്സ് വൈ സെഡ്. അപ്പോൾ ഇത് ഇങ്ങനെയൊരു ഷേപ്പായിരിക്കും ഫസ്റ്റ് ഓക്ടനിൽ വരിക. എലിപ്സോയിഡല്ലേ, സ്ഫിയറിൻ്റെ അതേപോലെ തന്നെ വലിയ വ്യത്യാസമില്ല. ഒരിത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീളങ്ങൾ കൂടിയാൽ കൂടാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്ഫിയർ ആയിരുന്നെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എളുപ്പം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു
rho sin phi cos theta, y is equal to rho sin phi sin theta, and z is equal to rho cos phi എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഇവിടെ ഒരു ചെറിയൊരു ചേഞ്ച്, എക്സിന് പകരം എക്സ് ബൈ എ ആയും വൈക്ക് പകരം വൈ ബൈ ബി, സെഡിന് പകരം അത് സെഡ് ബൈ സി എന്നെടുക്കാം. അപ്പോൾ എന്തായാലും റിക്വയർഡ് വോളിയം is equal to 8 times volume of portion in first octant എന്നാക്കി ഞാൻ മാറ്റുകയാണ്. എന്നിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നു. put x by a is equal to rho sin phi cos theta and y by b is equal to rho sin phi sin theta and z by c is equal to cos phi, rho cos phi, rho cos phi. And then Jacobian of rho phi theta, that is equal to, ഇങ്ങനെ വരും, അത് ചെയ്ത് നോക്കാം. എന്നാലും എ ബി സി ഇൻറ്റു, കാരണം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും എന്ത് തന്നെയാണ് വരാൻ പോകുന്നത്, റോ സ്ക്വയർ സൈൻ ഫൈ എന്ന് മാത്രമേ വരുള്ളൂ. ആൻഡ് ലിമിറ്റ്സ് ഇവിടെ വരാവുന്നത് റോയുടെ വേരിയേഷൻ 0 to 1, ഫൈയുടെ വേരിയേഷൻ 0 to π/2 ആൻഡ് തീറ്റയുടെ വേരിയേഷൻ 0 to π/2. കാരണം സ്ഫിയറിൻ്റെ കേസിൽ നമ്മൾ ഇത് എടുത്തതാണ്. സ്ഫിയറിൻ്റെ കേസിലുള്ള അതേ കാര്യം തന്നെ, ആകെ ചേഞ്ച് എന്ത് മാത്രമേ ഉള്ളൂ, എക്സ് അല്ല പകരം ഏതാണ്, എക്സ് ബൈ എ ആണ്, വൈ അല്ല വൈ ബൈ ബി ആണ്, സെഡ് അല്ല സെഡ് ബൈ സി ആണ്. അപ്പോൾ വേണമെങ്കിൽ ഇതിന് എക്സ് ബൈ എ ഇസ് ഈക്വൽ ടു യു, വൈ ബൈ ബി ഇസ് ഈക്വൽ ടു ബി, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. സോ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറും. സോ ദ വോളിയം ഇസ് ഈക്വൽ ടു 8 into integral 0 to 1, 0 to π/2, 0 to π/2, and Jacobian, that is a b c rho square sin phi into d rho d phi d theta. So that equals 8 abc rho square into 8 abc into interval 0 to π/2, interval 0 to π/2. അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു റോ ആണ് ആദ്യം ചെയ്യുന്നത്. സോ സൈൻ ഫൈ ഇൻറ്റു റോ ക്യൂബ് ബൈ 3i, ലിമിറ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 0 to 1 d phi d theta, that is 8 abc into 0 to π/2, 0 to π/2. അവിടെ സൈൻ ഫൈ ഉണ്ടാവും. ആൻഡ് റോസ് ക്യൂബ് ബൈ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് റോയ്ക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ബൈ 3 വന്നു, ഡി ഫൈ ഡി തിറ്റ, ദാറ്റ് ഈസ് 8 abc ബൈ 3 0 to π/2. സൈൻ ഫൈന് വിത്ത് റെസ്പെക്ട് ടു ഫൈ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് കോസ് ഫൈ ആയി. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 0 to π/2 d theta, that is 8 abc by 3 into 0 to π/2. π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആയി, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ cos 0യുടെ വാല്യൂ 1 ആയി. സോ ദാറ്റ് ഈസ് 1, ജസ്റ്റ് ഓൺലി തീറ്റ. ദാറ്റ് ഈസ് 8 abc by 3 ഇൻറ്റു 5/2 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4/3 പൈ abc. ഇത് 4/3 പൈ, എയും ബിയും സിയും ഈക്വൽ ടു എ ആണെങ്കിൽ അതൊരു സ്ഫിയർ ആയി എലിപ്സോയിഡിന് പകരം. അങ്ങനെ വരുമ്പോൾ 4/3 പൈ എ ക്യൂബ് ആണ് സ്ഫിയറിൻ്റെ വോളിയം. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ മാർക്കിനനുസരിച്ച് നമ്മളിത് പല രീതിയിൽ അതിനെ മാറ്റിമറിക്കാം. കാരണം ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഇത് 8 എ ബി സി പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഇവിടെയുള്ള ഈ ഇൻ്റഗ്രൽ എ ബി സി പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി ശരിക്കുള്ളത് സ്ഫിയറിൻ്റെ വോളിയം ആണ്. സോ അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ 8 ഇൻറ്റു എ ബി സി ഇൻറ്റു അങ്ങനെയും വേണമെങ്കിൽ മാറ്റി എഴുതാം. ഡിപ്പെൻഡ്സ് ഓൺ മാർക്ക്. എ ബി സി ഇൻറ്റു വോളിയം ഓഫ് സ്ഫിയർ.
വോളിയം ഓഫ് യൂണിറ്റ് സ്പിയർ ലിമിറ്റൊക്കെ 1 അല്ലേ. സോ എ ബി സി ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ്. സോ 4/3 പൈ ഇതായിരിക്കും ആൻസർ വരാൻ പോകുന്നത്. അസൈൻമെൻറ്റ് നോക്കൂ. ആകെ 3 ക്വസ്റ്റ്യൻസേ തരുന്നുള്ളൂ. ചെയ്തിരിക്കുന്ന ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇതോടുകൂടി ട്രിപ്പിൾ ഇൻറ്റഗ്രൽസിൻ്റെ ആസ് പെർ ദ സിലബസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് പ്രകാരമുള്ള കാര്യങ്ങൾ തീരുകയാണ്. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് കാർട്ടീഷ്യൻ ഫോമിലെ ഇവാലുവേഷനും പിന്നെ സ്ഫെറിക്കൽ, സിലിണ്ടറിക്കൽ ആൻഡ് വോളിയം ഇവാലുവേഷൻ. ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്.